ഹേ ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സൺഡേ ഞങ്ങൾ പോയൊരു വ്ളോഗാട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബിരിയാണി എന്നാണ് തുടങ്ങിയത്. നമ്മുടെ ആലങ്ങാടുള്ള ഒരു ബിസ്മി ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ബിരിയാണി കഴിച്ചത്. അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി, ഹസ്ബൻഡ് ബീഫ് ബിരിയാണി ആയിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഭയങ്കര കുറേ നാൾക്ക് ശേഷം നല്ലൊരു ബിരിയാണി കഴിച്ചൊരു ഫീലായിരുന്നു അന്ന്. എന്നിട്ട് പിന്നെ അവിടെ മറ്റേ തവയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണ പഫ്സില്ലേ, അതുണ്ടായി. അപ്പോൾ അത് നമ്മൾ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഞങ്ങൾ നേരെ ഒരു സ്ഥലം വരെ പോയാണ്. നമ്മുടെ ആലുവയിൽ വിശാൽ മാർട്ട് വന്നായിരുന്നു റീസെൻ്റ്ലി ആണെന്ന് തോന്നണം, അങ്ങനെയാണ് ഞാൻ കേട്ടേ. അപ്പോൾ എന്തായാലും പോകാമെന്ന് കരുതി, കാക്കനാട് പോകാമെന്ന് കരുതിയത്. പക്ഷേ ട്രാഫിക്കിൻ്റെ ഒരു പ്രോബ്ലം കാരണം ആലുവയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതിലും വലിയ ട്രാഫിക്കായിരുന്നു, കാരണം സൺഡേ ആയിരുന്നു. പിന്നെ വിശാൽ മാർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ലൊരു ചീപ്പ് റേറ്റ് അല്ലെങ്കിൽ നല്ല ഓഫർ പ്രൈസിലായിരിക്കും എല്ലാം ഉണ്ടാവണേ. അതിനനുസരിച്ച് ആൾക്കാരുണ്ടായി സൺഡേ ആയതുകൊണ്ട് തന്നെ. ഇവിടെ നിങ്ങളിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ടിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേസിൽ നിങ്ങൾ പോയാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, അതായത് ഫുഡ് ഐറ്റംസ്, കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ, അങ്ങനത്തെ ഐറ്റംസിനൊക്കെ നല്ല ഓഫറുണ്ട്. ഈ കാണുന്ന ഐറ്റംസിനൊക്കെ നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല ഓഫറുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ ഓഫറുണ്ട്, 50% ഓഫറുണ്ട്. അങ്ങനെ സെറ്റായിട്ടൊക്കെ ഭയങ്കര ഓഫറുണ്ട്. നമ്മുടെ പാരൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു സെഷൻസിലേക്ക് പോയിക്കഴിഞ്ഞാൽ അതിൽ ഓഫർ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും ഭയങ്കര ചീപ്പാണെന്നൊന്നും പറയാനില്ല. അത്യാവശ്യം റേറ്റ് ഉണ്ട്. കിച്ചണിലേക്ക് വേണ്ട കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസൊക്കെ അത്യാവശ്യം ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വിശാൽ മാർട്ട് കാക്കനാടും ഉണ്ട്, അതുപോലെ തന്നെ ആലുവയിലും ഇപ്പം ഉണ്ട്. ഡ്രസ്സ് എനിക്ക് കളക്ഷൻസും ഇഷ്ടമായില്ല, അതുപോലെ തന്നെ അത്ര ഓഫറുള്ളതായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ബനിയൻസും ടീഷർട്ട്സും പാൻസും ഒക്കെ എടുക്കാനൊക്കെ നല്ലൊരു ഓപ്ഷനായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്നത് കിച്ചണിലേക്ക് വാങ്ങാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് 13th ജൂണിന് ഞങ്ങളുടെ ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അങ്ങനെ ഒരു ബേക്കറി കയറിയിട്ട് ഒരു 2 പീസ് കേക്ക് വാങ്ങി. പീസ് കേക്കാണ് വാങ്ങിയത്, അത് മതിയല്ലോ, അത് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ 2 പീസ് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിൻ്റെ ബാക്കിലേക്കാണ് പോയത്. അപ്പോഴത്തേക്കും ഒരു രാത്രിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. എയർപോർട്ടിൻ്റെ ബാക്കിലേക്കാണ് ഞങ്ങൾ പോയത്. എയർപോർട്ടിൻ്റെ ബാക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ എയർപോർട്ടിൻ്റെ ബാക്കിൽ ചെന്നു. അത് രണ്ടുപേരും കഴിച്ചിട്ട് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് അവർ അവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഈവനിങ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പരിപാടി? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതണു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേരെ എല്ലാവർക്കും ബൈ.